What up guys, welcome back to our channel. I am Sridhu Prabin. Okay, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? ബ്രൗണി. തംബ്നെയിൽ കണ്ട പോലെ ബ്രൗണി. Come on. ഇൻഗ്രീഡിയൻസിന്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് എന്താന്ന് പറയാം. ഈ കാണുന്നത് ബട്ടറും ചോക്ലേറ്റും, പിന്നെ മൈദ, പിന്നെ ഷുഗർ, മുട്ട. ഇതൊക്കെയാണ് കാണുന്നത്. ആദ്യം ഷുഗറും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കരുത്. കാരണം ഈ ബ്രൗണിയിൽ ഷുഗർ അധികം മെൽറ്റ് ആവാൻ പാടില്ല. നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ മിക്സ് ചെയ്തത് അവിടെ വയ്ക്കുക. ശേഷം നമ്മളുടെ ചോക്ലേറ്റും ബട്ടറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഓവൺ ഉള്ളവർ ഓവണിൽ ചെയ്യുക, ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യണത് ഈ IFBയുടെ മൈക്രോവേവ് ഓവൺ ആട്ടോ. ഇതില്ലാതിരുന്ന സമയത്ത് ഞാൻ ഡബിൾ ബോയിലാണ് ചെയ്യാറ്. അതിനുശേഷം ആ മിക്സ് നമ്മൾ എഗ്ഗും ഷുഗറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഞാൻ പറയണു, ഒരുപാട് ഫ്ലഫി ആക്കരുത്, ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ശേഷം അത് മിക്സായി വരുമ്പോൾ അതിലേക്ക് എന്താ ആഡ് ചെയ്യണം? നമ്മൾ അരിച്ചു വെച്ച മൈദ ആഡ് ചെയ്യണം. ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ മൈദ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്തിട്ടാ, ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളുടെ ബാറ്റർ നല്ല റെഡി ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ കിട്ടും. ബാറ്റർ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച മൗൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശേഷം ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട്, ഓവൺ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, കുക്കറിലോ അല്ലെങ്കിൽ ബിരിയാണി പോട്ടിലോ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഓവൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം ഓവണിൽ വെച്ച് ഏകദേശം ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും. ഇപ്പം നിങ്ങൾ കേട്ട ശബ്ദം ഓവൺ അലാം അടിച്ചതാട്ടോ. നല്ല ആത്മാർത്ഥതയുള്ള ഓവണാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാമൊക്കെ അടിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കും. അങ്ങനെ നമ്മളുടെ ബ്രൗണിക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഷോപ്പിൽ വെക്കേണ്ടതായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഈ ചോക്ലേറ്റ് ഭയങ്കര സംഭവം കേട്ടോ. നമ്മളുടെ കയ്യിൽ ചില സമയത്ത് നിൽക്കില്ല. അത് കറക്റ്റ് അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ നോക്കി എല്ലാം കറക്റ്റ് ആയാൽ മാത്രമേ ചോക്ലേറ്റ് നമ്മൾ വിചാരിച്ച പോലെ വരുള്ളൂ. അതിനുശേഷം നന്നായി മെൽറ്റായി വന്ന ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കൊരു സിക്സാഗ് ലൈൻ ഇട്ട് കൊടുക്കാം. ബേസിക് ആയിട്ട് അതാണ് ബ്രൗണിന്റെ ഡിസൈൻ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ചോക്ലേറ്റ് ഇടാം, വേറെ നമുക്ക് കാരമൽ ഒഴിക്കാം. നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളുടെ ബ്രൗണി എങ്ങനെ ഇരിക്കണമെന്ന് നമ്മളുടെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു സ്റ്റൈലായിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നണത്, അതിന്റെ മുകളിൽ എന്ത് പെയർ ചെയ്യാനാണ് തോന്നണത് അതുപോലെ ചെയ്യാം. അയ്യോ, അപ്പോഴേക്ക് ഇത് വന്നു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന ഈ സൈഡൊക്കെ കട്ട് ചെയ്യുമല്ലോ, ഈ സൈഡൊക്കെ കട്ട് ചെയ്യണ ബ്രൗണി ഞാൻ ഇതുപോലെ ഒരു ചുറ്റുപാത്രത്തിൽ ഇട്ട് വെക്കുക ചെയ്യാറ്. നമുക്ക് തന്നെ കഴിക്കാമല്ലോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.